നമസ്കാരം. ലോകത്തെ വിറപ്പിക്കുന്ന വൻ ശക്തിയായ അമേരിക്കയുടെ തൊട്ടടുത്ത് വെറും 90 മൈൽ അകലെ കിടക്കുന്ന ക്യൂബ രാഷ്ട്രം കഴിഞ്ഞ കുറച്ചു പതിറ്റാണ്ടുകളായി നേരിടുന്ന വെല്ലുവിളി ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ കഥയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്രമാണ്. അമേരിക്കൻ ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾക്കിടയിൽ ശ്വാസം മുട്ടുമ്പോഴും വിശപ്പും ദാരിദ്ര്യവും തളർത്തുമ്പോഴും മുട്ടുമടക്കാൻ തയ്യാറാകാത്ത ആ വീര്യം വീണ്ടും ഉയരുകയാണ്. അതായത് അമേരിക്ക ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പുതിയ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത്. എന്താണ് ആ പ്രസ്താവന എന്ന് വെച്ചാൽ, ക്യൂബയെ ഉടൻ തന്നെ ഏറ്റെടുക്കും എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം വന്നത്. ഈ പരാമർശം വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ചൊരു ശക്തമായ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് പലരും കാണുന്നത്, അല്ലെങ്കിൽ പലരും അത് വിലയിരുത്തുന്നത്. ഇതിനൊപ്പം തന്നെ അമേരിക്ക പുറത്തിറക്കിയ പ്രസ്താവനകളും ക്യൂബയുടെ ഭരണരീതിയെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഭീഷണി എന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് ക്യൂബ നൽകിയ പ്രതികരണം പതിവ് പോലെ ശക്തമായതാണ്. ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് പേരില ഈ നടപടികളെ കൂട്ടായ ശിക്ഷ എന്നും നിയമവിരുദ്ധമെന്നും വിശേഷിപ്പിച്ചു. അമേരിക്കയുടെ ഉപരോധങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യമിടുന്നതല്ല, മറിച്ച് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു എന്നാണ് ക്യൂബയുടെ ആരോപണം. ചരിത്രം നോക്കുമ്പോൾ ക്യൂബയെ തകർക്കാൻ നടത്തിയ നിരവധി ശ്രമങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ബേ ഓഫ് പിഗ്സ് അധിനിവേശം മുതൽ ആരംഭിച്ച സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തിയതുവരെ വിവിധ വഴികളിലൂടെ ക്യൂബയെ മാറ്റാൻ അമേരിക്ക ശ്രമിച്ചു. എന്നാൽ ഓരോ തവണയും ക്യൂബ തകരാതെ നിലകൊണ്ടതാണ് ശ്രദ്ധേയമായത്. ഇത് വെറും രാഷ്ട്രീയ വിജയമല്ല, മറിച്ച് ഒരു ജനതയുടെ മനോവീര്യത്തിന്റെ തെളിവാണ്. തകർന്ന കെട്ടിടങ്ങൾക്കും തുരുമ്പിച്ച പഴയ കാല വിന്റേജ് കാറുകൾക്കും ഇടയിൽപ്പെട്ടാണ്, അതായത് ക്യൂബൻ ജനത ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. അതായത് അഭിമാനം വിട്ടുകൊടുത്തുള്ള ഒരു സമാധാനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഉപരോധങ്ങളുടെ ഭാരത്താൽ നടു ഒടിഞ്ഞിട്ടും വിപ്ലവത്തിന്റെ കനലുകൾ കെടാതെ സൂക്ഷിക്കുന്ന ക്യൂബൻ തെരുവുകൾ ഇന്ന് അമേരിക്കയ്ക്ക് നൽകുന്ന പുതിയ രാഷ്ട്രീയ സന്ദേശം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. മറ്റൊന്നുമല്ല, സാധാരണക്കാരെ ശ്വാസം മുട്ടിക്കുന്ന അമേരിക്കൻ ഉപരോധം അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രം, അതിലൊന്നും പതറാൻ കഴിയില്ല, അല്ലെങ്കിൽ പതറാൻ തങ്ങൾക്ക് താല്പര്യമില്ല. ആത്മവീര്യവുമായി ക്യൂബ മുന്നോട്ടു പോകും. ഇതൊരു ജനതയുടെ അതിജീവനത്തിന്റെ വിപ്ലവമായ പോരാട്ടമാണ്. രാജ്യതലസ്ഥാനമായ ഹവാനയിൽ അമേരിക്കൻ എംബസിക്ക് സമീപം നടന്ന മെയ് ദിന റാലിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത്. ഈ വിഷയത്തിൽ രാജ്യത്തിനകത്ത് ഉള്ള ഐക്യബോധം എത്രത്തോളം ശക്തമാണ് എന്നതുകൂടി തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം. ഈ റാലിയിൽ പങ്കെടുത്ത ജനക്കൂട്ടം മാതൃരാജ്യത്തെ സംരക്ഷിക്കണം എന്ന സന്ദേശവുമായി മുന്നോട്ട് വന്നപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രതിഷേധം എന്നതിലുപരി ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ രൂപം എടുത്തതായി, അതായത് അതിനൊരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് തോന്നി. ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയസ് കെനാലും മുൻ വിപ്ലവ നേതാവ് റൌസ് കാസ്ട്രോയും ഈ മാർച്ചിന് നേതൃത്വം നൽകിയതോടെ ക്യൂബയുടെ ഭരണകൂടവും ജനങ്ങളും ഒരേ നിലപാടിൽ നിൽക്കുന്നു എന്ന ചിത്രം പകൽ പോലെ വ്യക്തം. അതേസമയം അമേരിക്കയുടെ പുതിയ നടപടികൾ അമേരിക്കൻ ഭരണകൂടം ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നടപ്പാക്കിയതാണ്. ഊർജം, പ്രതിരോധം, ഖനനം, സാമ്പത്തിക സേവനങ്ങൾ എന്നിവ ഉൾപ്പെട്ട ക്യൂബൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളുമായി ബന്ധപ്പെട്ട വ്യക്തികളെയാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഔദ്യോഗികമായ അഴിമതിയും മനുഷ്യാവകാശ ലംഘനവും ആരോപിക്കപ്പെട്ട വ്യക്തികളെ ഉത്തരവാദിത്തപ്പെടുകയാണ് ലക്ഷ്യമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ക്യൂബയുടെ കാഴ്ചപ്പാടിൽ ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദ മാർഗമാണ്. ഇതിനകം തന്നെ സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന ക്യൂബയ്ക്ക് ഈ ഒരു പുതിയ ഉപരോധങ്ങൾ വലിയ തിരിച്ചടിയാണ്. വർഷങ്ങളായി തുടരുന്ന വ്യാപാര ഉപരോധങ്ങളും ഇന്ധന നിയന്ത്രണങ്ങളും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഗൗരവമായാണ് ബാധിച്ചിരിക്കുന്നത്. അവശ്യ വസ്തുക്കളുടെ ക്ഷാമം, വൈദ്യുതി മുടക്കങ്ങളും, കുറഞ്ഞു വരുന്ന ടൂറിസം വരുമാനം, ഇവയെല്ലാം ചേർന്ന് സാധാരണ ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കുകയാണ്. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കിടയിലും ക്യൂബൻ ജനതയുടെ പ്രതിരോധ മനോഭാവം ക്ഷയിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയവും. എന്തായാലും ഇതൊക്കെ നടക്കുമ്പോഴും ക്യൂബൻ സമൂഹത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം വീണ്ടും തെളിയുകയാണ്. പ്രതിസന്ധികളിൽ പോലും നിലകൊള്ളുന്ന ഐക്യബോധം, അതാണ് അവരുടെ പ്രത്യേകതയും. ലക്ഷക്കണക്കിന് ആളുകൾ സർക്കാർ നയങ്ങളെ പിന്തുണച്ച് ഒപ്പുവെച്ച നിവേദനങ്ങളും ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഈ ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മൃദുവായ പരിണാമം പ്രതീക്ഷിക്കപ്പെട്ട സമയത്താണ് ഈ പുതിയ ഉപരോധങ്ങൾ വന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഏപ്രിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ബന്ധം മെച്ചപ്പെടുത്തുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ നടപടികൾ ഈ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി.
എന്തായാലും ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങാൻ ഇടയാകും. ചുരുക്കത്തിൽ ക്യൂബയെ തകർക്കാൻ ഉപരോധങ്ങൾക്കോ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കോ കഴിയില്ല എന്നതാണ് വാസ്തവം. ക്യൂബ നിലനിൽക്കുന്നത് കേവലം ഒരു ഭൂപടത്തിലല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ഉറച്ച മനസ്സുകളിലാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഉപരോധങ്ങളെ നെഞ്ചുവിരിച്ച് നേരിടുന്ന ഇറാനിയൻ ജനതയെ പോലെ ഓരോ ക്യൂബൻ പൗരനും വിശ്വസിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങൾ കടലോളം വർദ്ധിച്ചാലും വിപ്ലവത്തിന്റെ ആ പഴയ വേരുകൾ ഉള്ളിടത്തോളം ക്യൂബ വീഴില്ല. പ്രതിസന്ധികൾക്കിടയിലും അവർ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രം: ആയുധങ്ങൾ കൊണ്ടോ പട്ടിണി കൊണ്ടോ ഒരു ജനതയെ തോൽപ്പിക്കാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് പകൽ പോലെ വ്യക്തമാണ് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ ക്യൂബയുടെ അടുത്ത് ചിലവാകില്ല എന്നത്.